ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മീനാക്ഷിയോട് ആ പോലീസുകാരൻ പറയുന്നുണ്ട് കേട്ടോ, അതെ, കൃഷ്ണമംഗലത്തെ ആ ലൈസൻസ് നിങ്ങൾ ശരിയാക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ഈ കേസിൽ നിന്ന് വിടിയിക്കാമെന്ന് പറയാം. അത് കേൾക്കുമ്പോൾ തന്നെ മീനാക്ഷിക്ക് ഏതാണ്ട് കാര്യമൊക്കെ ബോധ്യമായി. അങ്ങനെ മീനാക്ഷി പറയുന്നുണ്ട്, അപ്പോൾ സാറ് ഇവിടെ തന്നെയാണോ രജിസ്ട്രാർ ഓഫീസിൽ ഇങ്ങോട്ട് മാറ്റിയോ? ഇത് പോലീസ് സ്റ്റേഷൻ തന്നെയാണോ? നാണമുണ്ടോ സാറേ നിങ്ങൾക്ക്? കൃഷ്ണമംഗലത്തുകാർക്ക് വേണ്ടിയിട്ട് വക്കാലത്തുമായിട്ട് വന്നിരിക്കുന്നു ഒപ്പിട്ട് കൊടുക്കാനെന്ന്. നിങ്ങളൊരു പോലീസുകാരനാണോ എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി ദേഷ്യത്തോട് ചോദിക്കാം. അപ്പോൾ അയാളും പറയുന്നുണ്ട്, നീ കൂടുതൽ ചിലയ്ക്കാണെന്ന് നിൽക്കണ്ട. പിന്നെ കോടതിയിലേക്ക് നിന്നെ കൊണ്ടുപോയില്ലേ, 15 ദിവസം റിമാൻഡിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ എങ്ങാനും ആയിക്കഴിഞ്ഞാൽ നിൻ്റെ കാര്യം പോക്കാടി. അതിനേക്കാളും നല്ലത് ആരും അറിയണ്ടല്ലോ, ഇതിപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് തീർന്നു പോകുന്നതല്ലേ നല്ലത്. അങ്ങനെയുള്ള ഒരു ഓശാരം എനിക്ക് വേണ്ട സാറേ. പിന്നെ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നിങ്ങളെന്നെ കോടതിയിൽ ഹാജരാക്കണം, അതാണ് എൻ്റെ ആവശ്യം. ഇത് ഞാൻ വേറെ ആരോടെങ്കിലും പറയുമോ, അല്ലെങ്കിൽ വിജിലൻസിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവരോട് ഞാൻ തുറന്നു പറയും, ഇല്ലെങ്കിൽ കോടതിയിൽ പറയും നിങ്ങളിപ്പോൾ എനിക്ക് വച്ചിരിക്കുന്ന ഈ വാഗ്ദാനം. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായി പറ, നിങ്ങളുടെ ജോലിയുടെ കാര്യം എന്തായി? ഇതൊക്കെ ആലോചിച്ചിട്ടാണോ സാർ ഇങ്ങനെ എന്നോട് ചാടുന്നത്? എടി, നീ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട, നീ ആലോചിച്ചും കണ്ട് തീരുമാനിക്കും. ബുദ്ധിയുള്ളവളല്ലേ നീ? അതൊന്ന് ലൈസൻസ് ഒപ്പിട്ട് കൊടുത്താൽ നിനക്ക് എന്താ കുഴപ്പം? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, എൻ്റെ കാര്യമാണ്. പിന്നെ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഭരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഇവിടെ കൊണ്ടുവച്ചിരുന്ന ഭക്ഷണമല്ലേ, ഇതെനിക്ക് വേണ്ട. ആഹാരത്തെ നിന്ദിക്കുന്ന സ്വഭാവം ഈ മീനാക്ഷിക്കില്ല. എന്നാലും ഈ ചോറെന്ന് പറയുന്നത് കൃഷ്ണമംഗലത്തിൻ്റെ അവിടെ നിന്ന് കൈക്കൂലി വാങ്ങി കൈപ്പറ്റിയ അന്നമല്ലേ നിങ്ങൾ എനിക്ക് ഇവിടെ കൊണ്ടു തന്നത്? എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് മീനാക്ഷി അങ്ങോട്ട് പോവാട്ടോ. നാശം, ഇവള് അമ്പിനും വില്ലിനും അടുക്കുന്നില്ലല്ലോ എന്നാണ് അങ്ങനെ ഇരിക്കാട്ടോ. പുറത്ത് നിൽക്കുന്ന ആകാശ് ആര്യനും എല്ലാവരും കൂടെ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് കണ്ടുപിടിച്ച് തന്നെയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ വന്ന് വീണ മാഡത്തിൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് അവിടം വരെ പോവാം, നിങ്ങളുടെ വീട്ടിൽ CCTV ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ശരി, എന്നാൽ അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ അവരെല്ലാവരും നേരെ വീണ മാഡത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലാട്ടോ. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും CCTV വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട് തന്നെ കാശ് വാങ്ങിച്ച ആകാശെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ പറയാനുണ്ട്, ദേ ഇയാളാണ് ആകാശെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നത്. ഇതിലിങ്ങനെ ഒരു കുരുക്കൊണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ആകാശേ. പലതവണ എന്നോട് വീണ പറഞ്ഞിട്ടുണ്ട് ഓരോ ആവശ്യങ്ങൾക്കും കൃഷ്ണമംഗലത്തിൽ വിളിക്കുമ്പോൾ കൂടെ വരാനായിട്ട്. ഞാൻ ഇന്ന് വരെയെങ്കിലും അവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളാരും പരസ്പരം എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ആകാശെന്നും പറഞ്ഞ് വന്നപ്പോൾ ഞാൻ കാശെടുത്ത് കൊടുത്തതേ. ഇയാളാണ് വന്നത്. അപ്പോൾ ഇവരെല്ലാം ധർമ്മനും മറ്റേ ആര്യനും എല്ലാവരും കൂടെ ആലോചിക്കുന്നുണ്ട്, ഇയാൾ ആരാണ്, നമുക്ക് അങ്ങോട്ട് പിടി കിട്ടുന്നില്ലല്ലോ, ആരാവാനാണ് ചാൻസ്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ. ഇയാളായിരിക്കും ഒരു പക്ഷേ പുറത്തിറങ്ങിയിട്ട് കാശും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയത്, കാശ് അമ്മയുടെ കയ്യിൽ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഗോമതി ചേച്ചിയുടെ കയ്യിൽ ഇവൻ തന്നെയാവും കൊടുത്തത്. എന്നാൽ ഇവനാണോ വന്നേ നമുക്കിങ്ങനെ അറിയാൻ പറ്റും. അതിനൊരു കാര്യം ചെയ്യാം, വീട്ടിലും CCTV ഉണ്ടല്ലോ, അവിടെ വന്നത് ഇവനാണോ എന്നറിയാം. ചേച്ചി വിളിച്ച് കാര്യം എന്നിങ്ങനെ ബർമൻ പറയാട്ടോ. അത് വേണ്ട, ചേച്ചി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും ടെൻഷനാവും. അതിനേക്കാളും നല്ലതേ നമുക്ക് അനുമോളെ വിളിച്ച്, അവിടെ അനുമോളെ ഉള്ളൂ, മിത്രയാണെങ്കിൽ ഇവിടെ നിൽക്കുമല്ലേ, അനുമോളോട് പറയാം അവിടെ ആ CCTV ചെക്ക് ചെയ്തിട്ട് അതൊന്ന് വീഡിയോ എടുത്ത് ഇങ്ങോട്ട് ഇട്ടുതരാൻ, ആ ഒരു ഭാഗം മാത്രം. അത് ശരിയാണല്ലോ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നീ വിളിക്കടാ ആര്യ, ഞാൻ വിളിക്കില്ല. എടാ എന്താ കാര്യം? ആകാശ നീ വിളിക്കുക അനുവിനെ. ഇല്ല, ഞാനും വിളിക്കില്ല. കൊള്ളാം, പെങ്ങളോടുള്ള ദേഷ്യം ഇതുവരെ രണ്ടുപേർക്ക് തീർന്നില്ല എന്നാണോ? എടാ, നിങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കില്ല. അവളൊരു പാവം പെണ്ണ, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. മര്യാദയ്ക്ക് വിളിക്കുക ആര്യ. അങ്ങനെ ആര്യനെ നിർബന്ധിച്ച് അവൾ അനുവിനെ വിളിക്കാട്ടോ. അനുവിനാണെങ്കിൽ ആര്യൻ്റെ കോള് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഏട്ടാന്ന് വിളിക്കുന്നുണ്ട്. ഒരു നിമിഷം ആര്യനൊന്നും മിണ്ടാതെ നിന്നിട്ട്, അനു, പിന്നെ അവിടെ CCTV നിന്ന് ചെക്ക് ചെയ്യണം കേട്ടോ നീ. എന്നിട്ട് അവിടെ അമ്മയുടെ കയ്യിൽ കാശ് കൊണ്ടുവന്നത് ആരാന്നുള്ളത് അത്രയും ഭാഗമുണ്ടല്ലോ, അതൊന്ന് നീ വീഡിയോ എടുത്ത് എൻ്റെ ഫോണിലേക്ക് അയക്കേട്ടോ. ശരി ഏട്ടാ, ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ പറയാട്ടോ. ഈ സമയത്ത് നമ്മൾ മിത്ര എന്താ ചെയ്യാന്ന് വെച്ചാൽ, മീനാക്ഷി അവിടെ വെറുതെ ഇരിക്കുമല്ലെന്ന് പറഞ്ഞ് ജനലിൻ്റെ സൈഡിൽ കൂടെ മീനാക്ഷിയോട് പോയി സംസാരിക്കാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പോലീസുകാരെ വീണ്ടും വന്ന് വിരട്ടി വിടുക. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇത് പിടിച്ചോടുന്ന പ്രതിയല്ലേ, എന്നെയും കൂടെ ചീത്ത പേര് കേൾപ്പിക്കുമോ എന്നൊക്കെ അയാൾ ചോദിക്കുമ്പോൾ മിത്ര പറയാം, അതല്ല ചേച്ചി ഒറ്റയ്ക്കിരുന്നത് കൊണ്ടൊന്ന് സംസാരിക്കാൻ വന്നതാ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പൊക്കോ എന്ന് പറഞ്ഞ് ഓടിച്ച് വിടാണ് കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങി വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ബാലനും ആകെ ടെൻഷനാണ്. അപ്പോൾ ഗോമതി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരം പറഞ്ഞ ആങ്ങളെ അപ്പച്ചി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യം എങ്ങനെ പറയാനാ? രാവിലെ തന്നെ കോടതിയിൽ ഹാജരാക്കണ്ടേ നമ്മുടെ ഏട്ടത്തിനെ. അന്നേരം ജാമ്യം കിട്ടുമോ ഇല്ലേ ഒന്നും അറിയത്തില്ലല്ലോ. ആര്യനൊന്നും ഇതുവരെ എത്തിയിട്ട് പോലുമില്ല. നേരം വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഗോമതി രാവിലെ തന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവസാനം
ബാലൻ പറഞ്ഞോണ്ട് ഫോൺ എടുക്കും മോളെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അവൾക്ക് ആകെ ടെൻഷനാവും. അങ്ങനെ ഫോൺ എടുക്കുകയാണ് മിത്ര. ഗോമതി ചോദിക്കുന്നുണ്ട്, മോളെ എന്തായി, മീനാക്ഷിക്ക് ജാമ്യം കിട്ടുമോ, എന്തായി, കോടതിയിൽ കൊണ്ടുപോകും. അപ്പോഴാണ് മിത്ര പറയണത്, അപ്പം ചേച്ചി ടെൻഷൻ ആവാതിരിക്കുക, ചേച്ചി എന്തായാലും കോടതിയിലേക്ക് ഇന്നിപ്പോൾ രാവിലെ കൊണ്ടുപോകും, ജാമ്യം കിട്ടും, ഉറപ്പായിട്ടും കിട്ടും, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ ഇരുത്താണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ധർമ്മനും ആകാശും എല്ലാവരും കൂടെ തലേ ദിവസം രാത്രി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഫോണിൽ കുറേ സമയം വിളിക്കുക കേട്ടോ. ആകാശിനെ വിളിച്ച ആ ഫോണുണ്ടല്ലോ, അയാൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കില്ലേ. അപ്പോൾ ആരും തന്നെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്, മിക്കവാറും ഇത് കൃഷ്ണമംഗലത്തുകാരുടെ പരിപാടി ആവാനാണ് ചാൻസ്. അങ്ങനെ ആവാനൊന്നുമില്ല, ഇല്ലെന്നേ, കൃഷ്ണമംഗലത്തുകാർ നമ്മളെ ചതിക്കാൻ വേണ്ടി എന്തും ചെയ്യും, നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. എങ്ങനെ പരീക്ഷിക്കാനാണ് നീ വിചാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. ആകാശേട്ടൻ്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് ഇട്, അതായത് ഫോൺ നിങ്ങൾ എപ്പോഴാണ് ഓഫ് ചെയ്യുന്നത് അപ്പം തന്നെ എന്നെ തിരിച്ച് വിളിച്ചേക്കണം. പിന്നെ ഇവിടെ രാമഭദ്രൻ സാർ പറഞ്ഞിട്ടാണ്, CI രാമഭദ്രൻ സാർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്, അത്യാവശ്യമുള്ള കാര്യമാണെന്നിട്. അപ്പോൾ എപ്പോഴെങ്കിലും ഓൺ ചെയ്യുമ്പോൾ അയാളത് കാണുമല്ലോ. അങ്ങനെ ഇവർ കാത്തിരിക്കുക കേട്ടോ. അങ്ങനെ പാതിരാത്രി ആകുമ്പോഴത്തേക്കും മെസ്സേജ് ഇയാൾ കാണുന്നുണ്ട്. ഫോൺ ഓൺ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അയാൾ തിരിച്ച് വിളിക്കുക കേട്ടോ. അങ്ങനെ ഇവരത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എന്താ കാണണമെന്ന് ആവശ്യം. അപ്പോൾ ആകാശ് പറഞ്ഞു, അതെ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം, കാരണം സാറ് പറഞ്ഞിട്ടാണ്. പിന്നെ എന്തായാലും മീനാക്ഷിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടല്ലോ, എന്തായാലും അവൾക്ക് ജാമ്യം കിട്ടാൻ പാടില്ല, അതിന് വേണ്ടി ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ പറയുന്നിടത്തൊന്ന് വരാവോ. വരാം, അതിനെന്താ. അപ്പോൾ അത് ഫോൺ വാങ്ങിയിട്ട് ധർമ്മം ചോദിക്കുന്നുണ്ട്, പിന്നെ അച്യുതൻ സാറിനൊക്കെ സന്തോഷമായല്ലോ അല്ലേ. പിന്നെ അയാൾ പറഞ്ഞിട്ടില്ലേ ഞാനിതൊക്കെ ചെയ്തത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല സന്തോഷമായി എന്നൊക്കെ പറയാം. അതോടുകൂടി ഇവർക്ക് കാര്യം പിടികിട്ടി. അങ്ങനെ ആര്യം പറയുന്ന സ്ഥലത്തേക്ക് ഇയാൾ വരുവാട്ടോ. ആ രാത്രി വരുമ്പോൾ വന്നോടനെ ചോദിക്കുന്നുണ്ട്, CI രാമഭദ്രൻ സാർ എന്തിയേ, അവരെന്തിയേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇവർ പറയുന്നത്, ഇവിടെ എല്ലാവരും ഉണ്ട്, നിങ്ങളിങ്ങോട്ട് വാ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് പോവാണ് കേട്ടോ. അവിടെ വീണ മാഡത്തിൻ്റെ ഹസ്ബൻഡും അതുപോലെ ആര്യനും ആകാശും ധർമ്മനും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടെ അയാളെ നല്ലപോലെ എടുത്തിട്ട് പൊരിക്കുന്നുണ്ട്. എന്തിനായിരുന്നടാ, പറ, സത്യം പറയടാ, എന്തായിരുന്നു കാര്യം, എന്തിനാണ് മീനാക്ഷി ചതിച്ചത് എന്നൊക്കെ ചോദിച്ച് ഇടി കൊടുക്കാണ് കേട്ടോ. അങ്ങനെ അയാൾ ആ സത്യങ്ങളെല്ലാം തുറന്നു പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മീനാക്ഷിയെ കോടതിയിലേക്ക് ഹാജരാക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പറും കാര്യങ്ങളെല്ലാം പോലീസ് റെഡിയാക്കി വനിതാ പോലീസിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് മീനാക്ഷിയോട് അയാൾ ചോദിക്കുകയാണ്, എടി നിൻ്റെ ആങ്ങളമാരും ഭർത്താവിൻ്റെ വീട്ടുകാരും എല്ലാവരും കൂടെ രാവിലെ തന്നെ തെളിവുമായിട്ട് വരുമെന്നും നിന്നെ രക്ഷിക്കാൻ കൊഴിച്ചിച്ച് കൊണ്ടുപോകുന്നൊക്കെ വീമ്പിളക്കിയിട്ട് പോയല്ലോ, അവന്മാരെയൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴാണ് മീനാക്ഷി പറയാം, അങ്ങനെ എൻ്റെ കൂടെ വീട്ടിലുള്ളവരും എൻ്റെ കുടുംബക്കാരും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാവും, ഉറപ്പായിട്ടും അവർ സത്യം കണ്ടുപിടിച്ച് ഇവിടെ വരും, എനിക്കത് ഉറപ്പ്. ഇത്രയും നേരം കണ്ടില്ല, പിന്നെ ഇനിയല്ലേ കാണാനായിട്ട്, കോടതി പോകാനുള്ള നേരമായി എന്നൊക്കെ ഇങ്ങനെ പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാളെ പിടിച്ചും കൊണ്ടും ആരിനോ ആകാശധർമ്മനും കൂടെ വരുന്നത് കേട്ടോ. അപ്പം തന്നെ മിത്ര ടെൻഷൻ അടിച്ചിരിക്കുക, നേരം വെളുത്തിട്ട് ഇവരെ കണ്ടില്ലല്ലോ എന്ന്. അന്നേരം ബാലൻ ചോദിക്കുന്നുണ്ട്, ആരാ ഇത്, എന്താടാ പ്രശ്നം. അച്ഛാ, എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം, ഇവനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആണിക്കല്ല്, അല്ലാതെ ആകാശേട്ടനല്ല. ദൈവം ഇത് ആകാശേട്ടനോട് അച്ഛൻ വെറുപ്പ് കാണിക്കില്ലേ, ആകാശേട്ടനൊന്നും അറിഞ്ഞിട്ടില്ല, ഇവനാണ് എല്ലാത്തിൻ്റെയും കാരണക്കാരൻ. എന്തായാലും കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് സ്റ്റേഷനിലകത്തേക്ക് കയറി കാര്യങ്ങൾ അവതരിപ്പിക്കാം CIൻ്റെ അടുത്തെന്നും പറഞ്ഞ് അകത്തേക്ക് പോവാം. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അയാൾ, എന്താടാ നീയൊക്കെ കാണിക്കുന്നതോ, നിങ്ങൾ എൻ്റെ ബിരിയാണി ചേച്ചി ഇവിടെ പിടിച്ചുകൊണ്ട് വന്നില്ലേ, നേരം വിളക്കുന്നതിന് മുമ്പ് തെളിവ് ഞാൻ കൊണ്ട് തരുമെന്ന് പറഞ്ഞു. തെളിവ് ഉണ്ട്. അങ്ങനെ ആകാശും ആനന്ദും കൂടെ, ആനന്ദല്ല കേട്ടോ, ആകാശും ധർമ്മനും എല്ലാവരും കൂടെ അയാളെ കൂടെ സത്യം പറയിപ്പിക്കുകയാണ്. ഇയാളാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ, അല്ലാതെ വേറെ ആരുമല്ല, മര്യാദയ്ക്ക് ഞങ്ങൾ പറയണ സത്യം നിങ്ങൾ കേട്ടോ എന്ന് പറയുമ്പോൾ പോലീസുകാരത് കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല കേട്ടോ. അവസാനം ബാലൻ ഇടപെട്ടിട്ട് പറയാം, സാറേ അവന്മാർക്ക് എന്താ പറയാനുള്ളത് അത് കേട്ടിട്ട് മതി നിങ്ങൾ ഇവരെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ മോളെ, അതുകൊണ്ട് മര്യാദയ്ക്ക് അയാൾ പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വരട്ടെ കേട്ടോ. പോലീസ് ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. തൊട്ട് പിറകെ നമ്മുടെ ആര്യനോട് പറയാം, പറ നിനക്കൊക്കെ എന്താ എന്നോട് പറയാനുള്ള പറഞ്ഞു. അതിനു മുമ്പ് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്, അവരും കൂടി ഇങ്ങോട്ട് വന്നോട്ടെ. ആരാ? തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ മീഡിയക്കാരെല്ലാവരും കൂടെ വരുന്നുണ്ട് കേട്ടോ. ചാനലുകാരെയൊക്കെ എന്തിനാണ് പോലീസ് സ്റ്റേഷനകത്ത് കയറ്റിയത്, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാം, ആദ്യം അവരും കൂടെ കയറി വന്നോട്ടെ. അങ്ങനെ എല്ലാവരും നിരന്ന് നിൽക്കുമ്പോൾ ആ കൊണ്ടുവന്ന കുറ്റവാളിയെ കൊണ്ട് സത്യം പറഞ്ഞിപ്പിക്കുകയാണ് കേട്ടോ ആര്യൻ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്